ദൃശ്യം 3-ൽ പ്രധാനമായും വരുണിന്റെ അമ്മ കടുത്ത ഡിപ്രഷനിലാണ്. അവരെ കണ്ടാൽ ഫ്രണ്ട്സ് സിനിമയിലെ ജയറാമിന്റെ കഥാപാത്രത്തെ പോലെ തോന്നും. ഇതിനിടയിൽ ജോർജ് കുട്ടിയുടെ മൂത്ത മകളുടെ കല്യാണം നടക്കുന്നുണ്ട്. എന്നാൽ ആദ്യ രാത്രിയിൽ തന്നെ മകൾ ചെറുക്കനെ കൊലപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ ചെറുക്കൻ മരിക്കുന്നില്ല, അവൻ മരിച്ചതായി വരുത്തി തീർക്കുകയാണ് ചെയ്യുന്നത്. ജോർജ് കുട്ടി ഈ സന്ദർഭത്തെ സമർത്ഥമായി ഉപയോഗിക്കുകയും തന്റെ മകളെ പോലീസ് പിടികൂടാതെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നു. എന്നാൽ ഈ നാടകങ്ങളെല്ലാം സൂത്രത്തിൽ ചെയ്യുന്നത് വരുണിന്റെ അച്ഛനും ദൃശ്യം 1-ലെ പോലീസുകാരനുമായിരുന്ന സഹദേവനാണ്. സഹദേവന്റെ മകൾ ഈ ഭാഗത്തിൽ മീഡിയയിലാണ് ജോലി ചെയ്യുന്നത്. അവൾ വലിയ ആവേശത്തോടെ ജോർജ് കുട്ടിയുടെ പുറകെ കൂടുകയും വരുണിന്റെ അസ്ഥികൂടം കണ്ടുപിടിക്കാനായി പലരെയും പോയി കാണുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ജോർജ് കുട്ടി അറസ്റ്റിലാകാൻ വേണ്ട എല്ലാ തെളിവുകളും സഹദേവനും മകളും ചേർന്ന് കണ്ടെത്തുന്നു. അവസാനം തന്റെ മകളെ പൂർണ്ണമായും രക്ഷിക്കാനായി ചില നിബന്ധനകളോടെ കണ്ടീഷൻസ് ജോർജ് കുട്ടി ജയിലിലേക്ക് പോകാൻ തയ്യാറാവുന്നു. സിനിമയുടെ അവസാന രംഗത്തിൽ വരുണിന്റെ അമ്മ ഡിപ്രഷനിൽ നിന്നും പൂർണ്ണമായി മോചിതയാകുന്നുണ്ട്. എന്നിട്ട് അവർ ഭർത്താവിനോട് പറയുന്നു, എനിക്ക് അവളെ കൂടി ജോർജ് കുട്ടിയുടെ മകളെ അകത്താക്കണം. ഇതോടുകൂടി ഈ സിനിമ അവസാനിക്കുകയാണ്. ഇനി ദൃശ്യം 4-നായി നമുക്ക് കാത്തിരിക്കാം.